12,62,000 രൂപയുടെ ടാറ്റ സഫാരിയുടെ ഏറ്റവും പുതിയ കാറ് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും അടിച്ചു ഗൈസ്. ജസ്റ്റ് കിഡിങ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ഫേക്ക് കോൾ നിങ്ങൾക്കെല്ലാം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾക്ക് നിരന്തരമായി വരുന്ന ഫേക്ക് കോളിനെ പറ്റിയാണ്. സോ ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ ടു ദിസ് വീഡിയോ. ഞാൻ നിരന്തരമായി ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുന്ന ഒരാളാണ്. നിങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സാധനം വാങ്ങിക്കുന്ന ആളായിരിക്കാം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഫ്ലിപ്കാർട്ടും ആമസോണും ഒരു ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ചെറിയ വിലയ്ക്ക് സാധനങ്ങൾ അതിൽ നിന്നും വാങ്ങുവാൻ സാധിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഈയിടെയായിട്ട് അതായത് ഒരു 5-6 മാസമായിട്ട് സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം ഒരു 3-4 ദിവസത്തിന് ശേഷം ഒരാൾ നമ്മൾ വിളിക്കുന്നു ഹിന്ദിയിൽ. എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് ടാറ്റ സഫാരിന് ഒരു കാർ അടിച്ചിരിക്കുന്നു, ഒന്നെങ്കിൽ നിങ്ങൾ പൈസയായിട്ട് മേടിക്കുക അത്, അല്ലെങ്കിൽ നിങ്ങളത് ഡെലിവറി ചെയ്യുക, ഞങ്ങൾ ഡെലിവറി ചെയ്യും, നിങ്ങൾ അതിന് രജിസ്ട്രേഷൻ ഫീസായിട്ട് ഇത്ര പൈസ തരിക. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറഞ്ഞിട്ട് നമ്മളോട് പറയും ഇന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്ര പൈസ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫ്ലിപ്കാർട്ടിൽ നിന്നാണല്ലോ നമ്മൾ സാധനം വാങ്ങിയാണ്, നമ്മൾക്ക് കിട്ടിയ ലക്കി ഡ്രോയിൽ കിട്ടിയ ഒരു സമ്മാനമാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ ഈ കെണിയിൽ ചാടിപ്പോകും. എനിക്ക് 3 വട്ടം ഈ കോൾ വന്നു ഗൈസ്, 3 വട്ടം. അതിനകത്ത് 2 തവണ ഞാൻ റെക്കോർഡ് ചെയ്തു. ഒരു തവണ ഞാൻ ടൗണിലായിരുന്നു, അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതിനകത്ത് ഒരു തവണ ഞാൻ അവൻ്റെ തന്തയ്ക്ക് വിളിച്ചു, പക്ഷേ 2ാം തവണ വിളിക്കുന്നതിന് മുന്നേ അവൻ കട്ടാക്കി. അപ്പോൾ ഇന്ന് ഞാൻ ആ കോൾ റെക്കോർഡിങ് നിങ്ങളെ ആദ്യം കേൾപ്പിക്കാം, അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. हेलो, हाँ ओके बोलो. इसमें आपको 12,18,000 रुपीज का सर प्राइज जीते हैं. प्राइज हाँ हाँ टाटा सफारी 4 व्हीलर की गाड़ी है. हाँ हाँ आप गाड़ी लेंगे सर तो गाड़ी आपको एड्रेस पे सर भेज दिया जाएगा. गाड़ी को बदले रुपये लेंगे तो बैंक की खाते में क्रेडिट होगा. ओके जी हाँ. तो आपको क्या चाहिए सर? गाड़ी चाहिए सर, गाड़ी को बदले रुपये चाहिए. तेरे पापा को दे दो तेरा गाड़ी बस. हिंदी मालूम है ना? हाँ. मैं फ्लिपकार्ट कंपनी से बात कर रहा हूँ सर. हाँ हाँ जी, तो आपने कैमरा बैग का ऑनलाइन शॉपिंग किए थे, हाँ हाँ तो हमारी कंपनी की तरफ से आपको मैसेज मिला है. हाँ. हमारी कंपनी की तरफ से मैसेज मिला है आपको. क्या है वो? बॉन्ड ऑफ फर्स्ट राइट की तौर पे टाटा की सफारी लगी है आपके नाम से, इसकी जानकारी मिली है आपको? हाँ हाँ टाटा सफारी. हाँ. हाँ कैसे मिलेगा? लेना चाहते हो? हाँ मुझे चाहिए. जी चाहिए तो इसके लिए आपको रजिस्ट्रेशन करवानी होगी कंपनी में. 3,500 का खर्च आएगा. हाँ 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 वेरी नाइस. क्या? मुझे मेल नहीं मिला, तो मेल भेजेगा तू सब? कैसे मिलेगा ये गाड़ी, कैसे मिलेगा? गाड़ी आपको कंटेनर के द्वारा जाएगी. कंटेनर से? आप कुन्नल हाउस 89-1 मानिका दाबू डिस्ट्रिक्ट केरला से बात कर रहे हैं ना? हाँ मैं केरला से हूँ. तू किधर से? मैं दिल्ली से बात कर रहा हूँ, दिल्ली ओखला. दिल्ली से? हाँ. तू फ्लिपकार्ट का सर्विस एजेंट है क्या? तो फ्लिपकार्ट के कौन हूँ, कस्टमर सर्विस हूँ. जी मैं फ्लिपकार्ट कंपनी से बात कर रहा हूँ. हाँ. जी. कैन यू स्पीक इन इंग्लिश? नो, हिंदी. सिर्फ हिंदी है. हाँ. അപ്പോൾ കഴിച്ച് നിങ്ങൾ ഓഡിയോ കേട്ടല്ലോ, മനസ്സിലായല്ലോ കാര്യങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം സംഭവിച്ചിട്ടുണ്ടോ? അല്ല അനുഭവം വന്നിട്ടുണ്ടോ? നിങ്ങൾ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടോ? മണ്ടത്തരം കാണിച്ചിട്ടുണ്ടോ? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ബിലോ. അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഇങ്ങനൊരു കോൾ വന്ന ഉടനെ ഫ്ലിപ്കാർട്ടിൽ നേരെ വിളിക്കുക കസ്റ്റമർ കെയറിൽ. ഒറിജിനൽ കസ്റ്റമർ കെയർ വിളിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് വിളിക്കരുത്. അപ്പോൾ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ ഒന്നെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ എബോട്ടിൽ കിട്ടും, അല്ലെങ്കിൽ ജസ്റ്റ് നെറ്റിൽ അടിച്ച് നോക്കുക. ഫ്ലിപ്കാർട്ട് ടോൾ ഫ്രീ നമ്പർ അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൻ്റെ നമ്പർ കിട്ടും. അവിടെ വിളിച്ച് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക. കാരണം നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേയ്മെൻറ്റ്
ഡീറ്റെയിൽസ് എല്ലാം അവരുടെ കയ്യിൽ കിട്ടുന്നു. എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ. സോ അത് അവിടെ വിളിച്ച് ആദ്യം കംപ്ലയിൻറ്റ് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ സർവീസ് പ്രൊവൈഡറിനെ, അതായത് ഐഡിയ, BSNL അല്ലെങ്കിൽ ജിയോ, ഏത് സർവീസ് പ്രൊവൈഡറാണോ അവർക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കുക. 2, ഇനി നിങ്ങൾ അറിയാതെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിനെ ബന്ധപ്പെട്ട് ആ ഒരു പൈസ കൊടുത്ത ആർക്കാണ് കിട്ടിയത്, ഏത് അക്കൗണ്ടിലേക്കാണ് കിട്ടിയതെന്ന് വെച്ച് ആ അക്കൗണ്ടിനെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അടക്കം. പിന്നെ ബാങ്കിന് ഈ ഒരു വിവരവും പാസ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ കസ്റ്റമർ കെയറായ നമ്മുടെ സൈബർ സെല്ലിൻ്റെ കസ്റ്റമർ കെയർ സർവീസിൽ പോവുക. അവിടെ ചെന്നിട്ട് ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. ഈ ഒരു 4-5 നടപടികളാണ് മെയിനായിട്ട് നിങ്ങൾ എടുക്കാനുള്ളത്. സോ ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജാഗരൂകരായിരിക്കുക. നമ്മൾ കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ കാലങ്ങളായി നമ്മൾ നേരിടുന്നുണ്ട്. സോ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ച് വേണം ഇനി മുന്നോട്ട് പോകാൻ. ഇനി അത് വർദ്ധിച്ച് വരികയുള്ളൂ. സോ യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട് യുവർ സെൽഫ്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഇൻഫോം ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ട നടപടികൾ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ, ഇനി ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു വേറെ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്തില്ലെങ്കിൽ എങ്കിൽ പോലും ഇങ്ങനത്തെ വീഡിയോസ്, അതായത് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോസ് അല്ലെങ്കിൽ അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് മടി വരുത്തരുത്. കാരണം നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ഒരു പറ്റുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ ആർക്കെങ്കിലും പറ്റാം. ആർക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ പറ്റാം. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുക. എനിക്ക് വ്യൂസ് ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര കൺസിഡറേഷനാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ഇതുപോലത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രസകരമായ ടെക്കോ, ട്രാവലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ക്യൂബ് വീഡിയോസുമായി കാണുന്നവരെ, ദിസ് ഈസ് മീ ഡോണി ജോജോ സൈനിങ് ഔട്ട് വിത്ത് ക്യാമറ മച്ചാൻ ജെറിൻ. ബൈ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ